അന്ന് രാത്രിയിൽ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ എൻ്റെ ലൈഫിൽ സ്വപ്നത്തിൽ അല്ലെങ്കിൽ ചിന്തകളിൽ ഇന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്കിങ്ങനെ ഒരു അപകടം സംഭവിക്കും, അല്ലെങ്കിൽ ഒരു വലിയൊരു കാർ ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുമെന്നൊന്നും എൻ്റെ ലൈഫിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കണ്ണു തുറക്കുന്നത്. എന്തൊക്കെയോ ഇങ്ങനെ ഇരച്ചു കയറി അകത്തേക്ക് വരുന്നതും പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ വലത്തെ കാല് പൂർണ്ണമായി അത് തുടയിലൊക്കെ ഒടിഞ്ഞിട്ട് സീറ്റിനകത്തേക്ക് ഇങ്ങനെ കയറിയിരിക്കുകയായിരുന്നു. ഞാനൊന്ന് എടുക്കാനൊക്കെ നോക്കി, പക്ഷേ മനസ്സിലായി അത് അവിടെ പുള്ളിയുടെ ചലനമൊക്കെ തീർന്നിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരനുഭവത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. എൻ്റെ തൊട്ടരികത്ത് എൻ്റെ സഹോദരൻ തോംസൺ, താനിങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെ ദേഹത്തോട് ഇങ്ങനെ ബ്ലഡൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. താനിങ്ങനെ എന്ത് സംഭവിച്ചെന്ന് മനസ്സിലാവാതെ താനിങ്ങനെ ഇരിക്കുക. ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു, മോനെ എന്തു പറ്റിയെന്ന് ചോദിച്ചു. മുമ്പ് അറിയില്ല അച്ഛാ, പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ക്ഷമ ചോദിക്കേണ്ട ഒരു സാഹചര്യം ഒന്നും അല്ലടാ, ഒരു കുഴപ്പമില്ല. അടുത്ത ചോദ്യം തൻ്റെത് ഇങ്ങനെയായിരുന്നു, അച്ഛാ നമ്മൾ മരിച്ചു പോവുമോ? കാരണം അത്ര വലിയൊരു ആഘാതമായിരുന്നു ഞങ്ങൾക്ക് സംഭവിച്ചത്. കൈകാലുകളൊന്നും ചലിക്കുവാൻ കഴിയാതെ ആ വാഹനത്തിനകത്ത് ഞങ്ങളിങ്ങനെ വളരെ ഭാരത്തോടെ നിൽക്കുമ്പോൾ കുറേ ആളുകൾ ചേർന്ന് ഓടി വന്ന് എൻ്റെ സൈഡിലുള്ള ഡോർ തുറന്നു കഴിഞ്ഞപ്പോൾ അവരെന്നെ വലിക്കാൻ നോക്കി. പക്ഷേ എനിക്ക് എന്നെ വലിക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ പറഞ്ഞവരോട് എൻ്റെ കാലിവിടെ ടോട്ടലി ലോക്കാണ്, ഒടിഞ്ഞിരിക്കുകയാണ്, എന്നെ വലിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, പിന്നെ എങ്ങനെ പുറത്തെടുക്കും, വലിക്കാതെ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് തൻ്റെ ഭക്തന് ചുറ്റിനും പാളയം ഇറക്കി അവനെ വിടുവിക്കും. ഹല്ലേലൂയ. പെട്ടെന്ന് നല്ല ഉയരവും പൊക്കവും നല്ല വണ്ണമൊക്കെ ഉള്ളൊരു ചേട്ടൻ, പുള്ളി അതിനിടയിലെ കൂടെ കയറിങ്ങി വന്ന് എല്ലാവരും ഇങ്ങ് തട്ടിങ്ങ് മാറ്റിയിട്ട് പറഞ്ഞു, എല്ലാവരും ഇങ്ങ് മാറി നിൽക്കാൻ പറഞ്ഞു. എൻ്റെ അകത്തേക്ക് തലയിട്ടിട്ട് എന്നോട് പറഞ്ഞു, മോനെ ആ കൈ എൻ്റെ തോളിലേക്ക് വെച്ചു, ഞാൻ നിന്നെ എടുത്തോളാം എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ ആ സീറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ എൻ്റെ ഈ കാലുകൾക്ക് ഒരു പ്രയാസവും വരാതെ അതുപോലെ അത് ഒടിഞ്ഞകത്ത് കയറിയിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു പ്രയാസവും വരാതെ താൻ എന്നെ കോരി പുറത്തേക്ക് എടുത്തു. ആരോ വിളിച്ചു പറഞ്ഞു, അവിടെയുള്ള ആ കടയുടെ തിണ്ണയിലേക്ക് കൊണ്ടേ കിടത്താൻ പറഞ്ഞു. പക്ഷേ ആ മനുഷ്യൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നീ പേടിക്കണ്ട, നിന്നെ ഞാൻ എവിടെയും കിടത്തില്ല, ആംബുലൻസിലല്ലാതെ ഞാൻ നിന്നെ താഴെ വെക്കില്ല. അതും പറഞ്ഞുകൊണ്ട് താൻ എവിടെയോ പോയി എന്നെ ഇങ്ങനെ വാരി പിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ്റെ റോഡിൻ്റെ സൈഡിലൊരു കലുങ്കിൻ്റെ സൈഡിൽ പോയി എന്നെയും പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ഞാൻ അതിശയിച്ചു പോയി. കാരണം ഒരു ആക്സിഡൻറ്റ് നടക്കുന്ന സ്ഥലത്തും ആരും രക്തത്തിൽ കുളിച്ച് കിടക്കുന്നൊരു വ്യക്തിയെ അങ്ങനെ കോരിയെടുത്ത് ആംബുലൻസ് വരുന്നത് വരെയൊക്കെ കാത്തു നിൽക്കുന്നത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പക്ഷേ ആ മനുഷ്യൻ അതാര് തന്നെയായാലും ആ ആംബുലൻസ് വന്ന് എന്നെ അതിനകത്ത് കിടത്തിയിട്ട് എൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, മോനെ നിനക്കൊന്നും പറ്റില്ല. ഹല്ലേലൂയ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സംഭവിച്ചതൊക്കെ ഇപ്പോഴും ഒരു സ്വപ്നം പോലെയാണ് എൻ്റെ അകത്തുള്ളത്. പലരും ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, എല്ലാം കൊടിഞ്ഞു കഴിഞ്ഞാൽ മരവിപ്പ് സംഭവിക്കും, പിന്നെ വേദനയൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. എല്ലാം ഒടിഞ്ഞാലൊന്നും മരവിപ്പൊന്നും സംഭവിക്കില്ല. ആരംഭം മുതൽ അവസാനം വരെയുള്ള എല്ലാ വേദനയും കൃത്യമായിട്ട് അളവ് ഒന്നും തെറ്റാതെ അകത്ത് തന്നെ കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആദ്യമേ ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഒരു KTC എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ആ സ്ട്രക്ചറിൽ ഇങ്ങനെ കിടത്തിയിരിക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത രീതിയിൽ ഒരു ഷിവറിങ് എൻ്റെ ദേഹത്ത് വന്നു. ഷിവറിങ് വന്ന് ചെറിയൊരു ഷിവറിങ് ആയിട്ട് തുടങ്ങി. അതൊരല്പം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് തന്നെ എന്നെ നിയന്ത്രിക്കാനൊന്നും പറ്റുന്നില്ല. എൻ്റെ കൈ ഉയർത്താൻ പറ്റുന്നില്ല, എനിക്ക് കാലുകൾ അനക്കാൻ പറ്റുന്നില്ല. പകരം ഒരു മീനിനെ പിടിച്ച് കരയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പിടയ്ക്കുന്നത് പോലെ എൻ്റെ ശരീരം കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി, വല്ലാതെ പിടയ്ക്കാൻ തുടങ്ങി.
ആ സമയം ഞാൻ ഓർത്തു, ഞാൻ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് ഞാൻ മാറ്റപ്പെടുകയാണ്, ഇതോടെ എൻ്റെ സമയം കഴിയുകയാണ്. ഞാൻ കർത്താവിനോടൊരു കാര്യം പറഞ്ഞു, കർത്താവേ, നീ വിളിച്ചാൽ ഞാൻ വരും, എനിക്കൊരു മടിയില്ല. പക്ഷെ കുറേയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇനിയും പലതും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നും പല മേഖലകളിൽ ഉപയോഗിക്കപ്പെടണമെന്നും ഹൃദയത്തിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വെച്ച് നീ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ വരിക. അതല്ല, ദൈവപദ്ധതി ഇനിയും ശേഷിക്കുന്നുവെങ്കിൽ, ഇനിയും ദൈവം എന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവനെ മടക്കി തരണമേ. ആ നിമിഷം അവിടുത്തെ ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ കുറേ കമ്പിളിയൊക്കെ കൊണ്ടുവന്ന് എൻ്റെ മേത്തിട്ടു. അവരെന്നെ ഇങ്ങനെ പൊത്തിപ്പിടിച്ചു. ചില സമയങ്ങൾ കൊണ്ട് എൻ്റെ ഷിവറിങ് മാറി. അവിടുന്ന് പെട്ടെന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോയി, കിംസിലേക്ക് പോയി. ആ യാത്രയൊക്കെ വളരെ ക്ലേശകരമായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ വളരെ ദൈവപ്രവൃത്തി ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു കാര്യമായിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്തും എൻ്റെ കൂടെയുള്ള ബ്ലെസൻ, ഇവരെയൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. ഞാൻ രണ്ടുപേരെ വിളിച്ചു, വീട്ടിലേക്ക് വിളിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഈ സ്ഥലത്തേക്കാണ് പോകുന്നത്. താൻ ഉടനെ തന്നെ തൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വൈഫ് ആ ഹോസ്പിറ്റലിൽ നേഴ്സായിരുന്നു. തന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ആംബുലൻസ് ആ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ, കെസിയ എന്നാണ് ആ സിസ്റ്ററിൻ്റെ പേര്, പിന്നെ അതുപോലെ തൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പാസ്റ്റർ എബി, അവർ രണ്ടുപേരും ഞങ്ങളവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. ആ സമയം മുതൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു സഹോദരിയെപ്പോലെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ഓടി നടക്കുകയും ചെയ്തു. അതപ്പോൾ തന്നെ കർത്താവിൻ്റെ ദാസൻ സുരേഷ് ബാബു പാസ്റ്ററിൻ്റെ ചർച്ചിൽ ജെറി ബ്രദർ, കാരണം അങ്കിള് അറിഞ്ഞ സമയത്ത് തന്നെ അങ്കിളപ്പം തന്നെ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം ആ നിമിഷം തന്നെ ഓടി വന്നു. ആ സഭ നമ്മളോട് കാണിച്ച കരുണ എന്ന് പറയുന്നത് ചെറുതല്ല. ആ ദേവദാസനും ആ കൂട്ടായ്മയും വളരെയധികം, ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജായി പോരുന്ന സമയം വരെ അവിടുത്തെ സഹോദരങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ നിന്ന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്നു. അവരോടെല്ലാം ഈ സമയത്ത് നന്ദി പറയുകയാണ്. ഞാൻ നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് ഇന്ന് ഇതുപോലെ ഇവിടെ വന്ന് നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്തത്. ആ ഹോസ്പിറ്റലിലായിരുന്ന ഓരോ നിമിഷവും ഞാൻ 11 ദിവസം ICUവിൽ കിടന്നു. 12 ദിവസം ICUവിൽ കിടന്നു. അതിൽ 11 ദിവസവും കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. എന്നെക്കാൾ അധികം പരിക്ക് പറ്റിയത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന തോംസൺ ആയിരുന്നു. തൻ്റെ കാലുകൾ ഒടിവ് സംഭവിച്ചു, തൻ്റെ റിബ്സിന് ഒടിവ് സംഭവിച്ചു, തൻ്റെ ഹിപ്പിന് ഒടിവ് സംഭവിച്ചു, കൈകൾക്ക് ഒടിവ് സംഭവിച്ചു. വളരെയധികം പരിക്കുകൾ തനിക്കുണ്ടായിരുന്നു. എനിക്ക് 2 ഇടങ്ങളിലായിരുന്നു പരിക്കുണ്ടായിരുന്നത്. ഒന്ന് എൻ്റെ കാലിനും, പിന്നെ രണ്ടാമത് എൻ്റെ ഇൻറ്റേർണൽ ഓർഗൻ കുടലിന് പരിക്ക് പറ്റി. ചെന്ന ആ ദിവസം തന്നെ ഉച്ചയായപ്പോൾ എൻ്റെ കാലിൻ്റെ സർജറി ചെയ്തു. വൈകുന്നേരം ആയപ്പോൾ ആ സമയത്ത് കുടലിൽ ഒരു ചെറിയൊരു പഞ്ചർ പോലെ ഉണ്ടായിരുന്നത് ക്രമീകരിക്കാൻ ഡോക്ടേഴ്സ് ഒരു കീ ഹോൾ സർജറി ചെയ്തു. ആ സർജറി കഴിഞ്ഞ് കൊണ്ടുവന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഡോക്ടർ പെട്ടെന്ന് ഓടി പുറത്ത് വന്നിട്ട് അവരോട് പറഞ്ഞു, പ്രിൻസിപ്പളൊക്കെ നിൽക്കുമായിരുന്നു അവിടെ, ഓടി വന്നിട്ട് പറഞ്ഞു, തൻ്റെ സിറ്റുവേഷൻ, ലോഡ്സിൻ്റെ സിറ്റുവേഷൻ ക്രിട്ടിക്കലാണ്, താൻ പ്രതികരിക്കുന്നില്ല, തന്നെ വെന്റിലേറ്ററിലോട്ട് മാറ്റുകയാണ്. ഇത് പറഞ്ഞ് താൻ പോയി. എല്ലാവരും തകർന്നു പോയി. കാരണം വെന്റിലേറ്റർ എന്നൊക്കെ കേട്ടപ്പോഴത്തേക്ക് എല്ലാവരും പെട്ടെന്ന് പേടിച്ചു പോയി. പക്ഷേ ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ റിസൾട്ട് എന്താണെന്ന് കർത്താവ് അവിടെ കാണിക്കുകയാണ്. ലോകം മുഴുവനും മലയാളികൾ ഉള്ളിടത്ത് എല്ലാ ദൈവമക്കളും ഇത്രയധികം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നൊന്നും ഞാനൊന്നും ചിന്തിച്ചതുപോലുമില്ല. എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇത്രയധികം ജനങ്ങൾ ഞങ്ങളെ സ്നേഹിച്ചു എന്നും. എല്ലാവരോടും പ്രാർത്ഥന എന്ന് പറയുന്നത് അത് വളരെ 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 ഏറ്റവും അധികം ഞങ്ങളെ തിരിച്ചു കൊണ്ടുവന്നത് ആ പ്രാർത്ഥനയായിരുന്നു. ഹല്ലേലൂയ. അനേക ചർച്ചകൾ ആ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാനിടയായി.
സ്വദേശത്തും വിദേശത്തും ഒക്കെ ഉള്ള നിരവധി ചർച്ചുകൾ, എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നോക്കണേ, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹീലിങ്ങുകൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കുകയായിരുന്നു അവിടെ. ഹല്ലേലൂയ. ആ ക്രിട്ടിക്കലാണ്, വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞു പോയി. എന്നാൽ ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അത്ഭുതകരമായി ഞാൻ വീണ്ടും ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി. വെന്റിലേറ്റർ സെറ്റപ്പുമായിട്ട് വന്ന ഡോക്ടേഴ്സൊക്കെ അന്തം വിട്ടുപോയി. കാരണം അതിൻ്റെ ഒരാവശ്യവുമില്ല, നോർമലി ഓക്സിജൻ സപ്പോർട്ടിൽ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഡോക്ടേഴ്സ് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഹാർട്ടിലൊരു കളക്ഷനുണ്ട്, പെട്ടെന്ന് അത് കുത്തിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഡോക്ടേഴ്സ് ഇപ്പോൾ തന്നെ വരും, അതിൻ്റെ ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്യുകയാണെന്ന് പറഞ്ഞു. എന്നാൽ അത് കുത്തിയെടുക്കാനുള്ള ഡോക്ടേഴ്സ് വന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഹാർട്ടിൽ ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. അതിൻ്റെ അടുത്ത ദിവസം വീണ്ടും വന്നിട്ട് പറഞ്ഞു, ലങ്സിൽ അസാധാരണമായിട്ടൊരു കളക്ഷൻ കാണുന്നു, അതൊരു കാരണവശാലും ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് കുത്തിയെടുത്തേ പറ്റുള്ളൂ, അതിനുവേണ്ടി ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററൊക്കെ റെഡിയാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ശരിക്കും എല്ലാവരും വളരെ ടെൻഷനിലായിരുന്നു. എന്നാൽ അത്ഭുതകരമായി ആ ഡോക്ടേഴ്സ് വീണ്ടും വന്ന് എന്നെ ചെക്ക് ചെയ്യുമ്പോൾ ലങ്സിനകത്ത് കണ്ട ആ കളക്ഷനും കാണുന്നില്ല. അവരെല്ലാവരും അതിശയത്തോടെ പറഞ്ഞു, ഈ മനുഷ്യനിൽ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് ഒരുവന് വേണ്ടി ഇറങ്ങിയാൽ, കർത്താവ് ഒരുവനെ വിടുവിക്കാമെന്ന് വാഗ്ദത്തം ചെയ്താൽ, ആമേൻ, ഹല്ലേലൂയ. വിശ്വസിക്കുവാൻ കഴിയുമോ? നിന്റെ സാഹചര്യം ഏത് തന്നെയാണെങ്കിലും അതിൻ്റെ നടുവിൽ അത്ഭുത മന്ത്രിയായി, വീരനാം ദൈവമായി അവൻ നമ്മെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഓരോ ദിവസവും അത്ഭുതകരമായ കർത്താവ് പുറത്തു കൊണ്ടുവരികയായിരുന്നു. എൻ്റെ കീ ഹോൾ സർജറി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇൻറ്റേർണൽ സർജറി എന്ത് ചെയ്താലും 6 ദിവസത്തേക്ക് വെള്ളമൊന്നും തരില്ല, ഒരു തുള്ളി വെള്ളം പോലും തരില്ല. അങ്ങനെ തൊണ്ടയൊക്കെ വരണ്ട് വിഷമിച്ച് കിടക്കുമ്പോൾ 5ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോൾ എനിക്ക് വോമിറ്റിങ് കൂടി. അന്നായിരുന്നു ബീച്ചേട്ടൻ എന്നെ കാണാൻ വേണ്ടി വരുന്നത്. താൻ വരുന്ന സമയത്ത് ഞാൻ വോമിറ്റ് ചെയ്ത് ക്ഷീണിച്ച് അവശനായിട്ട് ഇങ്ങനെ കിടക്കുക. താൻ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോയി. അന്ന് അവർ CT എടുത്ത് നോക്കുമ്പോൾ കുടലിനകത്ത് വളരെയധികം ഇൻഫെക്ഷൻസ് വർദ്ധിച്ചതായിട്ട് കണ്ടു. അത് ഇനി തുടർന്നു കഴിഞ്ഞാൽ വളരെ ജീവന് തന്നെ ആപത്തായിരുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് വീണ്ടും സർജറിക്ക് വേണ്ടി അവരെന്നെ കൊണ്ടുപോയി. അന്ന് രാത്രിയിൽ, ഒരു ചൊവ്വാഴ്ച ദിവസം രാത്രിയിൽ വീണ്ടും സർജറിക്ക് വേണ്ടി കയറ്റി. അപ്പോൾ കീ ഹോൾ സർജറിയാണ് ആദ്യം ചെയ്തതെങ്കിൽ 2ാമത് അവർ ഓപ്പൺ സർജറി ചെയ്തു. ഏകദേശം ഒരു 20 സെൻറ്റിമീറ്ററോളം കുടലിൻ്റെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റി, അത് റീജോയിൻ ഒക്കെ ചെയ്തു. എന്നാൽ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കാരണം ആക്സിഡൻറ്റ് കഴിഞ്ഞ് 5ാമത്തെ ദിവസമായതുകൊണ്ട് ശരീരം മുഴുവൻ നീര് വീണ് ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ കുടലുകളുടെ അവസ്ഥയും വളരെ നീരൊക്കെ വീണിട്ട് അത് ജോയിൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആ സർജറി എല്ലാം കർത്താവ് വളരെ 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 മേൽത്തരമായി ഏറ്റവും നന്നായിട്ട് ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സർജറി ചെയ്യുന്നത്, ഈ ഓപ്പൺ സർജറി ചെയ്യുന്നതിൻ്റെ ഒരു രീതിയുണ്ട്. അത് ചെയ്യേണ്ടത് വയർ കംപ്ലീറ്റ് ആയിട്ട് അവർ ഓപ്പൺ ചെയ്യും. 2ാമത് എല്ലാ കുടലുകളും പുറത്തെടുക്കും. കംപ്ലീറ്റ് ഉള്ള കുടലുകൾ നോക്കി അത് കറക്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഓർഡർ ചെയ്ത് വെച്ചതിന് ശേഷം ഇത് ക്ലോസ് ചെയ്യുമ്പോൾ മോഷൻ പോകാനുള്ള ഒരു ട്യൂബ് അവർ പുറത്തേക്കിടും. ആ ട്യൂബിലൂടെ ആയിരിക്കും. എന്നിട്ട് ഇവിടെ ഒരു കൊലാക് ബാഗ് എന്ന് പറഞ്ഞിട്ടൊരു ബാഗ് സെറ്റ് ചെയ്ത് തരും. ഈ ബാഗിലേക്കായിരിക്കും നമ്മുടെ മോഷൻസ് എല്ലാം കളക്ട് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു പ്രൊസീജിയറായിരുന്നു ശരിക്കും ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എൻ്റെ ഒരു 5-6 മാസം പോയി കിട്ടും. എൻ്റെ അടുത്ത് ആർക്കും വരാൻ പറ്റില്ല, എൻ്റെ ഹോസ്പിറ്റൽ ലൈഫ് കൂടും, വളരെയധികം പ്രയാസങ്ങളുണ്ടാകും. കുഞ്ഞുങ്ങൾക്കൊന്നും എൻ്റെ അടുത്തേക്ക് വരാനേ പറ്റില്ല, ഇൻഫെക്ഷനൊക്കെ വരുന്നത് കൊണ്ട് ഒരു തരത്തിലും മുൻപോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും അത്. എന്നാൽ അന്നത്തെ ദിവസം കർത്താവ് ചെയ്തൊരു അത്ഭുതമെന്ന് പറഞ്ഞാൽ, ഈ സർജറി ചെയ്ത ആ ഡോക്ടർ, കാരണം ആദ്യം എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ ആയിരുന്നില്ല എൻ്റെ ഈ സർജറി ചെയ്തത്. അദ്ദേഹം വേറൊരു കാര്യത്തിൽ ബിസി ആയിപ്പോയതുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി ഒരു വളരെ വളരെ നല്ല ഹൃദയമുള്ള ഒരു ഡോക്ടറെ കർത്താവ് അവിടെ ഒരുക്കി. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീജിത്ത് എന്നായിരുന്നു.
ആ മനുഷ്യൻ എൻ്റെ സർജറിക്ക് വേണ്ടി വരുമ്പോൾ വേറൊരു ദൈവപ്രവൃത്തി എന്ന് പറയുന്നത്, ഈ കിംസ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെന്ന സമയം മുതൽ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സും അതുപോലെ തന്നെ നേഴ്സുമാരും അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാഫ് തന്നെ ആയിക്കോട്ടെ, ദൈവമക്കളായി നിരവധി ആളുകൾ ആ ഹോസ്പിറ്റലിനകത്തുണ്ടായിരുന്നു. കാരണം അവർ അത്രയേറെ ഞങ്ങളെ കെയർ ചെയ്തു. കാരണം ഒരു 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 പ്രയാസം പോലും ഞങ്ങൾക്ക് വരാത്ത വിധത്തിൽ ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കാൻ, എല്ലാം ചെയ്യാനായിട്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടേഴ്സ് അടക്കം നിരവധി പേരെ കർത്താവ് നമുക്ക് വേണ്ടി അവിടെ ഒരുക്കിയിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ ഡോക്ടർ എൻ്റെ സർജറിക്ക് വേണ്ടി കയറുന്നതിന് മുമ്പ് അദ്ദേഹം നമ്മുടെ വിശ്വാസികളായിട്ടുള്ള ഡോക്ടേഴ്സും നേഴ്സുമാരും ഒക്കെ തന്നോട് സംസാരിച്ചത് അനുസരിച്ച് അദ്ദേഹം പ്രിൻസിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ സർജറി ചെയ്യേണ്ട പ്രൊസീജിയർ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി. എന്നിട്ട് പറഞ്ഞു, പക്ഷേ എനിക്കെന്തോ അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. അദ്ദേഹത്തെക്കുറിച്ച് കേട്ടപ്പോൾ, നിങ്ങളുടെ പശ്ചാത്തലം മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഈ സർജറി ചെയ്യണ്ട എന്ന്. പകരം അദ്ദേഹം ചെയ്തത്, എൻ്റെ വയറിൻ്റെ പകുതി ഭാഗം മാത്രം ഓപ്പൺ ചെയ്തിട്ട് എവിടെയാണോ കറക്റ്റ് ചെയ്യേണ്ടത് ആ ഭാഗം മാത്രം കറക്റ്റ് ചെയ്ത്, ആ കൊളാക് ബാഗ് എന്ന് പറയുന്ന സംഭവം അത് ചെയ്യാതെ, ആ ഒരു പ്രൊസീജിയറിലേക്ക് പോകാതെ വളരെ വേഗത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യുമാർ ഒരു അത്ഭുതകരമായ ഒരു സർജറിയാണ് താൻ ചെയ്തത്. ഹല്ലേലൂയ. അത് ആ ഡോക്ടറിൻ്റെ സ്വന്തം റിസ്കിലാണത് ചെയ്യുന്നത്. കാരണം ഒരു ഹോസ്പിറ്റലും പ്രൊസീജിയർ വിട്ടുമാറി ഒരു സർജറി ചെയ്യാനായിട്ട് അനുവദിക്കില്ല. കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഹോസ്പിറ്റലിനും ഡോക്ടേഴ്സിനും എല്ലാം ബുദ്ധിമുട്ടാണ്. ആരും അങ്ങനെ ചെയ്യാൻ ധൈര്യപ്പെടില്ല. പക്ഷേ കർത്താവ് ആ മനുഷ്യനോട് ഇടപെട്ടു. അദ്ദേഹം വളരെ നന്നായി തന്നെ ആ സർജറി ചെയ്തു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതിനുശേഷം അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ 6 ദിവസം വെള്ളം കുടിക്കാൻ പാടില്ല. 5-ാമത്തെ ദിവസമാണ് ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഈ സർജറി കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വന്നിട്ട് പറഞ്ഞു, ഇനി അടുത്ത 6 ദിവസത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല. അങ്ങനെ 11-ാമത്തെ ദിവസമാണ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത്. ആമേൻ. അതൊരു ഭയങ്കര ഒരു ടാസ്ക്കായിരുന്നു. സത്യത്തിൽ ജീവിതത്തിൽ ഇന്ന് വരെ നമ്മൾ വെള്ളം കുടിക്കാതെ ഇരിക്കുന്ന അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കൂടി വന്ന ഒരു ദിവസമൊക്കെ ചിലപ്പോൾ പറ്റാതിരുന്നിട്ടുണ്ടാവാം. പക്ഷേ ഇതിങ്ങനെ വെള്ളം കുടിക്കാതെ ഇരിക്കേണ്ട ഒരു സാഹചര്യം 11-ാമത്തെ ദിവസം. കാരണം ഈ ആക്സിഡൻറ്റ് സംഭവിച്ച സമയം മുതൽ എനിക്കൊരു തുള്ളി വെള്ളം കിട്ടിയിട്ടില്ല. കാരണം ഈ ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ ഗ്ലാസ്സൊക്കെ പൊട്ടി, മുഖത്തൊക്കെ ധാരാളം മുറിവുകളായിരുന്നു. ഒരു പീസ് എൻ്റെ കണ്ണിൻ്റെ തൊട്ട് മുകളിലേക്ക് ഇങ്ങനെ തുളഞ്ഞു കയറി. പക്ഷേ ഒരിച്ചിരി മാറിയിരുന്നെങ്കിൽ ഈ കണ്ണ് പോകും. പക്ഷേ അതുപോലും സംഭവിക്കാതെ കർത്താവ് എന്ത് ചെയ്തു, അവിടെ എല്ലാം വിടുവിച്ചു. ഈ ഗ്ലാസ്സൊക്കെ പൊട്ടിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ എൻ്റെ വായ്ക്കകത്ത് നിറച്ച് ഗ്ലാസ്സിൻ്റെ പീസുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു തുള്ളി വെള്ളം പോലും ആ സമയം മുതൽ കുടിച്ചിട്ടില്ല. 27-ാം തീയതി രാത്രി മുതൽ 11 ദിവസങ്ങൾ കഴിയുന്നത് വരെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ അത് വല്ലാത്തൊരവസ്ഥയായിരുന്നു. ശരിക്കും പച്ചവെള്ളത്തിൻ്റെ രുചി എന്താണെന്ന് ഹല്ലേലൂയ ആ ദിവസങ്ങളിൽ അറിയാനായിട്ട് അത് കർത്താവ് ഇടയാക്കി. ആമേൻ, പ്രൈസ് ഗോഡ്. ആ സംഭവം അന്ന് ഈ സർജറി കഴിഞ്ഞതിന് ശേഷം എന്നെ വേറൊരു ICUലോട്ട് മാറ്റി. ആ ICUവിൽ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറിലേക്ക് കർത്താവ് പിന്നെ മാറ്റി. പ്രാർത്ഥിക്കാനും പിന്നെ അതുപോലെ ബൈബിൾ വായിക്കാനൊക്കെ നല്ല സാഹചര്യങ്ങളൊക്കെ അവിടെ കിട്ടി. അവിടുത്തെ നേഴ്സുമാരും ഡോക്ടേഴ്സും എല്ലാവരും വളരെയധികം നമ്മളെ സപ്പോർട്ട് ചെയ്തു. എൻ്റെ ആ 11-ാമത്തെ ദിവസം രാവിലെ ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് അപ്പോൾ ശരീരത്തിൽ മുഴുവൻ ധാരാളം ട്യൂബുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്യൂബുകളൊക്കെ 11-ാമത്തെ ദിവസം വന്ന് അദ്ദേഹം റിമൂവ് ചെയ്തു. മൂക്കിലുണ്ടായിരുന്ന ട്യൂബ് എടുത്ത് കളഞ്ഞു. പിന്നെ അതുപോലെ സൈഡിലൊക്കെ 1-2 ട്യൂബുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കളഞ്ഞു. ഇതെല്ലാം ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്, ലിക്വിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു. രാവിലെ ആദ്യമേ വെള്ളം തന്നു, അത് കഴിഞ്ഞ് ഒരു ചായ തന്നു, ഉച്ചയ്ക്ക് കുറച്ച് കഞ്ഞിവെള്ളം തന്നു, വൈകുന്നേരം വീണ്ടും ഒരു കാപ്പി തന്നു, രാത്രിയായപ്പോൾ ഒരു സൂപ്പൊക്കെ തന്നു. ഇതെല്ലാം കുടിച്ച് സന്തോഷത്തോടെ കിടക്കുകയാണ്. പക്ഷേ ഈ സർജറി ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പ്രിൻസിയോട് പറഞ്ഞിരുന്നു, ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് ഇനി എന്ത് ചെയ്യരുത്, വോമിറ്റിംഗ് ഉണ്ടാകരുത്, 2 പനി വരരുത്. ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ, അകത്തെന്തെങ്കിലും ലീക്ക് സംഭവിച്ചാൽ ഈ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സർജറി ചെയ്ത ഭാഗം വീണ്ടും റീഓപ്പൺ ചെയ്യേണ്ടി വരും. റീഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പഴയ പ്രൊസീജിയർ തന്നെ, ആദ്യം പറഞ്ഞ ആ പ്രൊസീജിയർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ മനുഷ്യൻ പോയത്. എന്നാൽ ഈ 11-ാമത്തെ ദിവസം രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ
ഒരു രാത്രി ഒരു 10-12 മണിയായപ്പോൾ പെട്ടെന്ന് എനിക്ക് വോമിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായി. ഞാൻ വോമിറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അളവൊന്നുമല്ല, അസാധാരണമായിട്ട് ഞാൻ വോമിറ്റ് ചെയ്യാൻ തുടങ്ങി. അന്ന് രാത്രിയിൽ എൻ്റെ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടു, വളരെ പ്രയാസത്തോടെ ആയിരുന്നു. അത് കഴിഞ്ഞു രാവിലെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ പ്രിൻസി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ വോമിറ്റ് ചെയ്തു. അത് കേട്ടതോടുകൂടെ പുള്ളി ആകെ തകർന്നു പോയി. കാരണം ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാണ് വോമിറ്റിംഗ് ഉണ്ടാകരുത്. വോമിറ്റിംഗ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അകത്ത് വീണ്ടും ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ആ സമയത്ത് ഭയങ്കര ഒരു ദൈവപ്രവൃത്തി കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. ഹല്ലേലൂയ. അന്ന് രാവിലെ ഡോക്ടർ വീണ്ടും വന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നമുക്ക് മൂക്കിലെ ട്യൂബ് ഒന്നും കൂടി ഇടാമെന്ന് പറഞ്ഞു. ആ മൂക്കിലെ ട്യൂബ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും വോമിറ്റ് ചെയ്തു. അപ്പോൾ ആ വോമിറ്റിങ് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തോ കാര്യമായ പ്രശ്നമകത്ത് സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് വീണ്ടും ഒരു CT എടുത്ത് നോക്കണം. അങ്ങനെ CT എടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അകത്തെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം നോർമൽ CT എടുക്കും, അകത്തെന്തെങ്കിലും പ്രശ്നം കാണുന്നുവെങ്കിൽ നമ്മൾ ഒരു മെഡിസിൻ അകത്തേക്ക് തന്നിട്ട് വീണ്ടും ഒരു CT കൊണ്ട് എടുക്കും. അതിലറിയാൻ പറ്റും എവിടെയാണ് ലീക്ക് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയായിരിക്കും ആ CT ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ കൂടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ ജെറി എന്നാണ് എൻ്റെ പേര്. താൻ ഒരു വിശ്വാസിയാണ്. ചെന്ന സമയം മുതൽ തന്നെ അവിടെ 2-3 ഡോക്ടേഴ്സ് ഉണ്ട്. ആ ഡോക്ടേഴ്സ് എല്ലാം വളരെയധികം നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്ന വ്യക്തികളായിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ ജെറി എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ CTക്ക് വേണ്ടി എന്നെ കൊണ്ടുപോകുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ടിനു ജോർജ് പാസ്റ്റർ താൻ ആ സമയത്ത് ജെറിയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ലോഡ്സനെ ഒന്ന് കാണണം, എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു, പുള്ളി പറഞ്ഞത് ഒരിക്കലും നടക്കില്ല, കാരണം അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിളിച്ച് ഡോക്ടർക്ക് വന്നു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യമില്ല എന്ന് പറഞ്ഞു. എന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കി, ICU പുറത്തേക്ക് ഇറക്കി ഉടനെ തന്നെ പ്രിൻസി അങ്കിളിനെ വിളിച്ചു. അങ്കിൾ ഫോണിൽ കൂടെ തന്നെ പ്രാർത്ഥിച്ച് ആ CTക്ക് വേണ്ടി പോയി. അവിടെ ചെന്നു CT എടുക്കുകയാണ്. CT എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഡോക്ടർ ജെറി എന്നോട് പിന്നെ സംസാരിക്കുന്നൊന്നുമില്ല. പിന്നെ പുള്ളി എൻ്റെ മുമ്പിൽ നിന്ന് മാറി നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, നമുക്കിനി മെഡിസിൻ കഴിച്ചിട്ട് വീണ്ടും ഒരു CTയും കൂടെ എടുക്കണം. അപ്പോൾ അവിടെ ഇങ്ങനെ ആ CT റൂമിൽ തന്നെ ഇങ്ങനെ കിടത്തിയിട്ട് അവർ ഈ മെഡിസിൻ തരികയാണ്. അത് ഏകദേശം ഒരുപാടുണ്ട്, ഒരു മണിക്കൂറെങ്കിലും എടുക്കും ഈ അകത്തേക്ക് ഈ മെഡിസിൻ തരാനായിട്ട്. അപ്പോൾ ഈ മെഡിസിൻ തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ടിനു പാസ്റ്റർ വിളിച്ചിട്ട് ചോദിച്ചു, എനിക്ക് ലോഡ്സനെ കാണണം, അർജൻറ്റാണ്. പുള്ളി വളരെ വാശി പിടിച്ച് പറഞ്ഞു, എനിക്ക് കണ്ടേ പറ്റൂ. അപ്പോൾ പെട്ടെന്ന് ഈ ജെറി പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ വന്നാൽ ഒരു 10-20 മിനിറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. 10 മിനിറ്റ് പോലും എടുത്തില്ല, താൻ അപ്പം തന്നെ എത്തി. താൻ അതിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു. താൻ ഓടി വന്ന് ആ CT റൂമിലോട്ട് താൻ കയറി എൻ്റെ തലയിലേക്ക് കൈവച്ചിട്ട് ഒരു കഴുകൻ്റെ ദൂത്, ഒരു ഉപമ താൻ എന്നോട് പറഞ്ഞു. ആ ഉപമ പറഞ്ഞതിന് ശേഷം താൻ ഒരു ശക്തമായൊരു പ്രാർത്ഥന, ആ CT ഒരു ഹോസ്പിറ്റലാണ്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അവിടെയുണ്ട്, ഇതൊന്നും നോക്കിയില്ല ആ മനുഷ്യൻ. അദ്ദേഹം വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന സമയം അസാധാരണമായൊരു ദൈവ സാന്നിധ്യം അന്ന് ആ CT റൂമിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. താൻ പ്രാർത്ഥിച്ച് തീരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റു രോഗികളൊക്കെ തൻ്റെ മുമ്പിൽ വന്നിങ്ങനെ കൈകൂപ്പി പിടിച്ച് നിൽക്കുമായിരുന്നു. പാസ്റ്ററെ, ഞങ്ങൾക്ക് വേണ്ടിയും കൂടെ ഒന്ന് പ്രാർത്ഥിക്കണേ. വലിയൊരു ദൈവപ്രവൃത്തിയായിരുന്നു. ആ മനുഷ്യൻ അവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. താൻ പെട്ടെന്ന് ഇറങ്ങിപ്പോയി. അടുത്ത് ആ മരുന്ന് തന്നതിന് ശേഷം പറഞ്ഞു, 1 മണിക്കൂർ കൂടെ റൂമിൽ കൊണ്ടുപോയി കിടത്തിക്കോ, ICUലോട്ട് മാറ്റിക്കോ, മെഡിസിൻ എല്ലാ സ്ഥലങ്ങളിലും എത്തിയിട്ടേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ ഈ ICUയിൽ വന്നു. അവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് വയറിന് വല്ലാതൊരു അസ്വസ്ഥത വന്നു. അപ്പം ഞാൻ പെട്ടെന്ന് പ്രിൻസിയോട് പറഞ്ഞു, മോളെ എന്നെ ഒന്ന് ടോയ്ലറ്റിൽ കൊണ്ടുപോകണം. താൻ എന്നെ ടോയ്ലറ്റിലോട്ട് കൊണ്ടുപോയി. ഞങ്ങൾ അതുവരെ അതിന് മുമ്പത്തെ ദിവസങ്ങളിലൊക്കെ ടോയ്ലറ്റിൽ വെറുതെ പോകാമെന്ന് മാത്രമേ ഉള്ളൂ. പോയി കഴിഞ്ഞാൽ ഒരു ഗുണവുമില്ല. കാരണം 10-11 ദിവസമായിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ കിടക്കുന്ന പുള്ളി ടോയ്ലറ്റിൽ പോയിട്ട് എന്താ പ്രയോജനമെന്ന് ഒരു പിടിയില്ല. അപ്പോൾ അന്ന് പക്ഷേ അങ്ങനെയല്ലായിരുന്നു. അന്ന് ആ സമയത്ത് ടോയ്ലറ്റിൽ പോയി ഇരുന്നപ്പോൾ വളരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ ഫ്രീ ആയിട്ടുള്ളൊരു മോഷൻ സംഭവിച്ചു. അത് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ വളരെയധികം ഫ്രീ ആയി. ഞാൻ വന്ന് റൂമിൽ വന്നു, എന്നെ കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തി. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഉറക്കമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ ജെറി തന്നെയാണ് എന്നെ വന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് നമുക്ക് CT എടുക്കാൻ പോകണമെന്ന് പറഞ്ഞു. CTക്ക് വേണ്ടി പോയി. CTക്ക് വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടേഴ്സ് എല്ലാം അതിശയിച്ച് അവരിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. കാരണം
അതുവരെ എൻ്റെ വയറിൽ കണ്ട കളക്ഷൻ എവിടെ പോയെന്ന്, അല്ലെങ്കിൽ ഈ കുടലിൻ്റെ പരിസരങ്ങളിലുണ്ടായിരുന്ന ഇൻഫെക്ഷൻസ് എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അത്ഭുതകരമായി കർത്താവ് വിടുവിച്ചു. ആ രാത്രി ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഡോക്ടർ വന്നിട്ട് വളരെ സന്തോഷത്തോടെ വന്നിട്ട് പറഞ്ഞു, ലോഡ്സൺ ജി, നിങ്ങൾ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ്, ഇന്ന് തന്നെ റൂമിലോട്ട് പോയിക്കോളാൻ പറഞ്ഞു. കാരണം അതിൻ്റെ തൊട്ട് തലേ ദിവസം വരെ കോംപ്ലിക്കേഷൻസ് മാറാതെ ഇങ്ങനെ കയറി ഇറങ്ങി നിന്നിരുന്നു ഞാൻ. ആ ഒരൊറ്റ ദിവസം കൊണ്ട് ദൈവത്തിൻ്റെ അത്ഭുതകരം ചലിച്ചു എന്ന് പറഞ്ഞാൽ, കർത്താവ് ഇറങ്ങി സൗഖ്യമാക്കി എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ ആമേൻ, പ്രൈസ് ഗോഡ്. അന്ന് വൈകിട്ട് റൂമിലേക്ക് ഞാൻ മാറ്റപ്പെട്ടു. പിറ്റേ ദിവസം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു, മെയ് 11-ാം തീയതി. എന്നാൽ മെയ് 10-ാം തീയതി രാത്രി 11:45 റൂമിൽ വന്നു. ആ രാത്രി 12 മണിയായപ്പോൾ ഞങ്ങൾ ഓരോ ഗ്ലാസ് വെള്ളം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചു. ഹല്ലേലൂയ. നോക്കിയേ, വഴിയിൽ തകർത്ത് കളയുക. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആ ആക്സിഡൻ്റായി പോകുന്ന ആ സൺഡേ, അതിൻ്റെ മുൻപത്തെ സൺഡേയിൽ കർത്താവ് അന്ന് ഇവിടെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി അന്നത്തെ വീഡിയോ ഒന്ന് എടുത്ത് കണ്ടാൽ മതി. അന്ന് ദൈവാത്മാവിൽ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിരുന്നു, എൻ്റെ പിതാവും മാതാവും തെരുവുകളിൽ അനേകയിടങ്ങളിൽ കർത്താവിനെ ശുശ്രൂഷിച്ച വ്യക്തികളാണ്. ഈ കൊച്ചിയിൽ തന്നെ എറണാകുളം പട്ടണത്തിൽ നിരവധി ഇടങ്ങളിൽ ദൈവത്തെ ഉയർത്തിയ വ്യക്തികളാണ്. എന്നാൽ അതേ തെരുവുകളിൽ ഞാനും എൻ്റെ സഹോദരങ്ങളും ഒരുപോലെ എന്താ പറയുക, വളരെ അലമ്പായിട്ടുള്ളൊരു ജീവിതത്തിൽ തകർന്ന് നടന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതൊക്കെ തെരുവിൻ്റെ അരികിൽ കിടന്ന് അവർ കർത്താവിനെ ഉയർത്തിയോ അതേ തെരുവരിയിൽ കിടന്ന് ഞങ്ങൾ എന്താ പറയുക, അടി ഉണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനും ഒക്കെ നടന്നിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞത്, വഴിയരികിൽ നിന്നെ തകർക്കുമെന്ന് വാതുവെച്ചൊരു പൈശാചിക ബന്ധനം അല്ലെങ്കിൽ ഒരു പിശാചിൻ്റെ പ്രവൃത്തികൾ നമ്മെ പുറകിൽ വന്നപ്പോഴും കർത്താവ് അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന് ഇവിടെ നിർത്തി എന്ന് പറഞ്ഞു. എന്നാൽ അതേ ആഴ്ചയിൽ തന്നെ ഞാനിത് പറഞ്ഞ് നാവിട്ട് വീണ്ടും പോയ സമയത്ത് അതുപോലെ തന്നെ വഴിയരികിൽ തന്നെ എന്നെ തകർക്കുവാൻ പിശാചിട്ട പദ്ധതിയിൽ നിന്ന് കൺമണി പോലെ സൂക്ഷിക്കുന്ന ദൈവം, ആ തീച്ചൂളയുടെ നടുവിൽ നിന്നും കോരിയെടുത്ത കർത്താവ്, ഹല്ലേലൂയ ആമേൻ, ഈ പകലിലും ജീവിക്കുന്നവനാണ്, വിശ്വസ്തനാണ്. ഹല്ലേലൂയ. വഴിയിൽ തകർന്നു പോകുവാൻ അനുവദിക്കാതെ കർത്താവ് കൂട്ടി വരുത്തിയതാണ് ഇന്ന് വീണ്ടും നിങ്ങളുടെ മധ്യത്തിൽ ഇവിടെ നിൽക്കുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. എനിക്കറിയാം സഭ ആ സമയങ്ങളിൽ ഒരു സാധാരണമായി പ്രാർത്ഥിച്ചു എന്ന്. നിങ്ങൾ എൻ്റെ കുടുംബമായതുകൊണ്ട് ഞാൻ നന്ദി പറഞ്ഞ് ഒതുക്കുന്നില്ല. കാരണം അത്രയേറെ കടപ്പെട്ടിരിക്കുന്നു. ചെയ്ത എല്ലാ സഹകരണങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. അന്ന് ആ രാത്രിയിൽ റൂമിലേക്ക് വന്നു. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്നിട്ട് ഭക്ഷണം, ലിക്വിഡ് ഫുഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അന്ന് രാത്രി കഞ്ഞി കുടിക്കാൻ പറഞ്ഞു. എന്നാൽ കഞ്ഞി കുടിക്കേണ്ട സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും പേടിയാവാൻ തുടങ്ങി. കാരണം അതിന് മുമ്പ് കുറച്ച് ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്കാണ് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായത്. ആ സമയത്ത് വീണ്ടും ഞാൻ പ്രയാസം ഇങ്ങനെ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ആ പ്രയാസം കണ്ട് കർത്താവ് അന്ന് വൈകുന്നേരം ആയപ്പോൾ, നമുക്കെല്ലാവർക്കും അറിയാം പാസ്റ്റർ എൻ പീറ്റർ എന്ന് പറയുന്ന ദൈവദാസൻ, പാറശാലയിലുള്ള ദൈവദാസൻ നമ്മുടെ ചർച്ചിലൊക്കെ വന്നിട്ടുണ്ട്, അഭിഷക്തനാണ്. അദ്ദേഹം ഇതുപോലെ തന്നെ വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എനിക്ക് നിന്നെ കാണണം. ആ വ്യക്തി വന്ന് വചനത്തിൽ ബലപ്പെടുത്തി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അദ്ദേഹമാണ് പ്രാർത്ഥിച്ച് അന്ന് കഞ്ഞിയെടുത്ത് കയ്യിലോട്ട് തരുന്നത്. കാരണം അതൊക്കെ ഒരു ദൈവപ്രവൃത്തിയായിരുന്നു. കാരണം ഞാൻ എറണാകുളം പട്ടണത്തിലാണ് ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്നതെങ്കിൽ എന്നെ ചുറ്റും എൻ്റെ പാസ്റ്റേഴ്സും അല്ലെങ്കിൽ എൻ്റെ സഭയും എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാവും. ഞാനിത് ഒരു പരിചയമില്ലാത്ത, എനിക്ക് ഒരു ബന്ധുക്കളും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയി എനിക്കൊരു അപകടത്തിൽ ഞാൻ കിടന്നപ്പോൾ ആ സമയത്ത് വേണ്ട എല്ലാ കരുതലുകളും കർത്താവ് ആ പട്ടണത്തിൽ തന്നെ ഒരുക്കി. ഹല്ലേലൂയ. അതെത്ര ശ്രേഷ്ഠകരമാണ്. ആമേൻ, പ്രൈസ് ഗോഡ്. ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. അന്ന് രാത്രിയിൽ കഞ്ഞി കുടിച്ചു. പിറ്റേ ദിവസവും ഇതുപോലെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇഞ്ചെക്ഷൻസ് എല്ലാം സ്റ്റോപ്പായി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നാളെ വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. നോക്കട്ടെ, ശരിക്കും എൻ്റെ സർജറി എല്ലാം ആ പറഞ്ഞ കറക്റ്റ് പ്രൊസീജിയറിലാണ് നടന്നിരുന്നതെങ്കിൽ ഞാൻ അപ്പോഴൊന്നും വീട്ടിലേക്ക് വരാനോ, ശരിക്കും ഇപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കുന്നതിന് അത്രയേറെ കോംപ്ലിക്കേഷൻ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ അവിടെ എല്ലാം കർത്താവ് അസാധാരണമായി അത്ഭുതകരമായി വിടുവിച്ചു.
അമേൻ, 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 അമേൻ. കാരണം ഇങ്ങനെ ഒരു പ്രതികൂലം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഞാൻ ഇതുവരെ എൻ്റെ ദൈവത്തോട് ചോദിച്ചില്ല, കർത്താവേ എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും വെറുതെ പറയുന്നതാണ്. നല്ല ഇടി കിട്ടി കഴിഞ്ഞപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും, കർത്താവേ എന്തിനു ചെയ്ത്. ഇല്ല, ഒരിക്കലും ചോദിച്ചിട്ടില്ല. കാരണം എനിക്ക് നല്ല ബോധ്യമുണ്ട്, മരണത്തിൻ്റെ വക്കിൽ നിന്നുമാണ് കർത്താവ് കൈപിടിച്ചുയർത്തിയത്. ഹല്ലേലൂയ. അന്ന് തീർന്നു പോകേണ്ടതായിരുന്നു. പക്ഷേ അത് ദൈവം അനുവദിച്ചില്ല. അത് ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്, ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയാണ്. കാരണം ആ പ്രാർത്ഥനയുടെ മറ്റൊരു റിസൾട്ടായിരുന്നു എൻ്റെ വൈഫ് പ്രിൻസി. താൻ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ്. പക്ഷേ എൻ്റെ ആ സിറ്റുവേഷനിലെല്ലാം താൻ കാണിച്ച ധൈര്യമെന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റുന്നതുമല്ല, പറയാതിരിക്കാനും പറ്റത്തില്ല. അത്രയേറെ. കാരണം ഞാൻ ഹോസ്പിറ്റലിനകത്ത് ജീവനോട് മല്ലടിച്ച് കിടക്കുന്ന സമയത്തും താൻ പുറത്തിരിക്കുമ്പോൾ, താൻ ICUവിൻ്റെ പുറത്തിരിക്കുന്ന സമയത്തും അവിടെ ഉണ്ടായിരുന്ന പല രോഗികളുടെയും ബൈസ്റ്റാൻഡേഴ്സ് തകർന്നിരിക്കുന്ന, അല്ലെങ്കിൽ മെൻ്റലി ഡിപ്രഷനിൽ പോയിരുന്ന അനേകരെ താൻ ഒറ്റയ്ക്ക് പോയിരുന്ന അവരെല്ലാം ആശ്വസിപ്പിക്കുവാനും അവരോട് വചനം പറയുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, ദൈവമില്ല എന്ന് പറഞ്ഞ് ജീവിതത്തിൽ തകർന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ ദൈവമുണ്ടെന്ന് ഏറ്റുപറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തത്തക്ക രീതിയിൽ തന്നെ കർത്താവ് ഉപയോഗിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞില്ലേ, മുൻപേ കർത്താവിനെ ഞാൻ അനുഭവിച്ചിരുന്നു, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചിരുന്നു. എങ്കിൽ ഇപ്പോൾ കർത്താവിനെ കുറേ കൂടെ ആഴമായിട്ട് അനുഭവിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ പലപ്പോഴും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ ഒരിക്കലും ഭയത്തോടെ അല്ലെങ്കിൽ നിരാശയോടുകൂടെ ഒരിക്കലും അതിനെ അഭിമുഖീകരിക്കരുത്. ഹല്ലേലൂയ. അത് പ്രതികൂലമല്ല, അതൊരു പ്രൊസീജിയറാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇതൊരു ചെയ്ത് തീർക്കേണ്ട ഒരു പരീക്ഷയാണെന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ, അതിനകത്ത് അത്ഭുതകരമായ വിജയം തരുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീതിമാന് അനർത്ഥം അസംഖ്യമാകുന്നു, എങ്കിലും അവയിൽ ഒന്നും പെടാതെ വണ്ണം യഹോവ അവനെ സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഈ പകലിൽ എത്ര പേർ വിശ്വാസത്തോടെ വിളിച്ച് പറയും, കർത്താവ് എനിക്ക് തുണ, കർത്താവ് എൻ്റെ ജീവൻ്റെ ബലം. ഹല്ലേലൂയ. ഞാൻ തകർന്നു പോവുകയില്ല, ഞാൻ ജീവനോടെ ഇരിക്കും, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ നന്മകളെ ഘോഷിക്കും, യഹോവയുടെ വീര്യപ്രവർത്തികളെ ഘോഷിക്കും. അവൻ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവൻ നല്ലവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പകലിൽ ഉറപ്പോടെ പറയുവാൻ കഴിയുമോ, നമ്മൾ ഒറ്റയ്ക്കല്ല. കുട്ടിനായി ആരും കൂടെ ഇല്ലെങ്കിലും വഴി നടത്തുവാൻ ശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ആക്സിഡന്റ് സംഭവിക്കുന്നതിൻ്റെ ഒരു 1-2 മാസങ്ങളിൽ അത്ഭുതകരം എന്ന് പറയാൻ, കാരണം ഞാൻ ഏതൊക്കെ വേദികളിൽ ശുശ്രൂഷയ്ക്കായി കർത്താവ് നിർത്തിയിട്ടുണ്ടോ ആ വേദികളിലെല്ലാം ജയത്തെക്കുറിച്ചായിരുന്നു വിളിച്ചു പറഞ്ഞത്. പ്രതികൂലത്തിൽ തകർന്നു പോകാതെ കർത്താവിന് വേണ്ടി ജയത്തോടെ നിൽക്കുന്ന, മരണത്തെ ജയിച്ച കർത്താവിനെയായിരുന്നു ഏറ്റവും അധികം ഉയർത്തിക്കൊണ്ടിരുന്നത്. അന്ന് ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ മുമ്പുള്ള എൻ്റെ വർഷിപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് കാണുമ്പോൾ സത്യത്തിൽ ഞാൻ അതിശയിച്ചു പോയി. കാരണം എനിക്ക് ഈ സാഹചര്യത്തിൽ എന്തൊക്കെയാണോ എനിക്ക് കിട്ടേണ്ട ബലം എന്തൊക്കെയാണോ, ഇതെല്ലാം നേരത്തെ തന്നെ എന്നെക്കൊണ്ട് തന്നെ കർത്താവ് പറയിപ്പിച്ച കുറേ അനുഭവങ്ങൾ കർത്താവ് ഇതിനിടയിൽ കാണിച്ചു തന്നു. ഹല്ലേലൂയ. നാം പലപ്പോഴും ചിന്തിക്കാത്തതാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം നാം അഭിമുഖീകരിക്കുമ്പോൾ ധൈര്യത്തോടുകൂടെ, നിരാശയില്ലാതെ, ഭാരമില്ലാതെ, സന്തോഷത്തോടുകൂടെ അതിനകത്തേക്ക് ചുവടുവെക്കുക. പുറത്തിറങ്ങുമ്പോൾ പൊന്ന് തീയിൽ പഴുപ്പിച്ച് അല്ലെങ്കിൽ ഉലയിൽ ഇട്ട് പുറത്തെടുക്കുന്നത് പോലെ കർത്താവ് ശുദ്ധീകരിച്ച് നമ്മെ ഉപയോഗിക്കും. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഈ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമക്കൾക്കും നിങ്ങൾ ഒരുപാട് ദൈവദാസന്മാരുണ്ട്, ഒരുപാട് പ്രാർത്ഥിച്ചവരാണ്. ഇത്രയധികം നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷേ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് ഇന്ന് ഇവിടെ നിൽക്കുവാൻ കഴിഞ്ഞത്. നിങ്ങളോടുള്ള നന്ദി അറിയിക്കുകയാണ്. കർത്താവിൻ്റെ ദാസന്മാരായ സുരേഷ് ബാബു പാസ്റ്ററൊക്കെ ആക്സിഡൻറ്റ് നടന്ന സമയം മുതൽ താനൊക്കെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവിടുത്തെ വിശ്വാസികൾ തന്നെ പറഞ്ഞത്,
ഞങ്ങളുടെ ബ്രദർ ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ വന്ന് നിൽക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെന്നാണ്. അത്രയധികം സ്നേഹത്തോടെയാണ് ആ സഭ നമ്മളോട് സഹകരിച്ചത്. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ടിനിപ്പാസ്റ്റർ ചർച്ചിനോടുള്ള നന്ദി അറിയിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ ദൈവദാസന്മാരും, ഒരുപാട് ദൈവദാസന്മാർ വിളിച്ചു, വന്ന് കണ്ടു, ആശ്വസിപ്പിച്ചു. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ സഭയിൽ നിന്ന് തന്നെ നിരവധി ആളുകൾ വീട്ടിൽ വന്ന് കാണുവാനും നിങ്ങൾ തന്ന ആ പ്രാർത്ഥന സപ്പോർട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകൾക്കും ഒരുപാട് നന്ദിയുണ്ട്. സഭ കാണിച്ച സ്നേഹത്തിനും സഹകരണത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളെ കുടുംബമായി നിങ്ങൾ ഈ ദിവസങ്ങളിൽ കരുതിയത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയുന്നതല്ല. ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ, ഞാൻ ICUവിൽ കിടക്കുകയാണ്. എന്നെപ്പറ്റി പ്രത്യേകിച്ച് എന്താ പറയുക, എനിക്ക് എന്നെപ്പറ്റി പ്രത്യേകിച്ച് ചിന്തകളൊന്നുമില്ല. പക്ഷേ എൻ്റെ പുറത്ത് നിൽക്കുന്നവർ, പ്രിൻസി ആകട്ടെ, അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങളൊക്കെ ആകട്ടെ, മാതാപിതാക്കളാകട്ടെ, അവരൊക്കെയും മാനസികമായിട്ട് ഒരുപാട് തകർന്നിരുന്നു. പക്ഷെ അവരെല്ലാം വളരെയധികം ആശ്വസിപ്പിക്കുന്ന അനുഭവങ്ങളായിരുന്നു സഭയുടെ ഭാഗത്തുനിന്നും ലോകത്തുള്ള എല്ലാ ദൈവമക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. എല്ലാവരോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുകയാണ്. വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല കേട്ടോ, എനിക്ക് ഇത്രയും നേരം നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. കഴിഞ്ഞ ആഴ്ചയിലാണ് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത്, നിങ്ങൾ പതുക്കെ പരിപാടിയൊക്കെ തുടങ്ങിക്കോ, നിങ്ങളൊന്ന് ചലിച്ചു തുടങ്ങിക്കോ, യാത്ര ചെയ്ത് തുടങ്ങിക്കോ. അപ്പോൾ ആ തുടക്കം ഇവിടുന്ന് തന്നെ ആകട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഇത്രയും ദിവസം വീട്ടിലിരിക്കുന്നതിൽ എനിക്കൊരു പ്രയാസമില്ല, എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ. എനിക്ക് വീട്ടിലിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും അധികം മിസ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുശ്രൂഷയും അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നതും വചനവും ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം മിസ് ചെയ്യുന്നത്. ഇന്ന് വീണ്ടും സഭയ്ക്കകത്തോട്ട് വന്നപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം, അത് എത്ര പറഞ്ഞാലും മതിവരികയില്ല. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ഗോഡ്. ഞാൻ അങ്ങനെ ഒരു പാട്ടും കൂടി പാടിക്കോട്ടെ. ഓക്കെ മോനെ, ഡി പിടിച്ചേ. പാപങ്ങൾ എന്തൻ യേശുവേ, എന്തൻ യേശുവേ, എന്തൻ യേശുവേ, എന്തൻ യേശുവേ. ഒന്ന് എഴുന്നേക്കാമോ എൻ്റെ കൂടെ? ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ഗോഡ്. എനിക്കധികം തുള്ളിച്ചാടാനൊന്നും പറ്റില്ല, പക്ഷെ ഞാൻ നിങ്ങളിൽ നിന്നത് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ. കാരണം ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരും, പക്ഷെ അതല്ല, ഇതെൻ്റെ ഹൃദയത്തിലെ സന്തോഷം. എനിക്കിവിടെ ഇന്ന് ഈ വേദിയിൽ തുള്ളിച്ചാടി മതിമറന്ന് എൻ്റെ ദൈവത്തെ ആരാധിക്കാനുള്ള കൊതിയുണ്ട്. ആ ദൈവത്തെ സ്തുതിക്കുമ്പോൾ എൻ്റെ സഭ എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ഹൃദയത്തിലെ വലിയ സന്തോഷമാണ്. ആ കരങ്ങളെ തട്ടി ശക്തിയോടെ, ആ കരങ്ങളെ തട്ടി ശക്തിയോടെ. എന്തൻ യേശുവേ, 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 എന്തൻ യേശുവേ. பாபங்கள் போக்காவே சாபங்கள் நீக்கும் பூலோகம் வந்தாரையா, மனிதனை மீட்கவே பரலோகம் திறக்கவே சிலுவாயை சுமந்தார் சக்தியோடே. பாபங்கள் போக்காவே சாபங்கள் நீக்கவே பூலோகம் வந்தாரையா, மனிதனை பரலோகம் திறக்கவே சிலுவாயை சுமந்தார். கண்ணீராய் துடைத்தாரையா, சந்தோஷம் தந்தாரையா, கண்ணீராய் துடைத்தாரையா, சந்தோஷம். எந்தன் இயேசுவே, எந்தன் இயேசுவே, எந்தன் இயேசுவே, எந்தன் இயேசுவே,
ആസ്തിയെ കേൾക്കവില്ലേ, അന്തസ്സെ കേൾക്കവില്ലേ. ശബ്ദത്തെ ഉയർത്തി ഒന്ന് പാടാമോ ചേർന്ന്? തങ്കത്തെ കേൾക്കവില്ല, വൈരത്തെ ഉള്ളത്തെ ആസ്തിയെ കേൾക്കവില്ല, അന്തസ്സെ കേൾക്കവില്ലേ, ഉള്ളത്തെ കേട്ടാരയാ. நான் தேடி போகவில்லை, என்ன தேடி வந்தாரையா. நான் தேடி போகவில்லை, என்ன தேடி வந்தாரையா. ஆமென். எந்த இயேசுவே, எந்த இயேசுவே, எந்த ஆமென், எந்த എല്ലാ കരങ്ങളെയും തട്ടി ശക്തിയോടെ 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 ഒരു കാര്യം നിങ്ങൾക്കറിയുമോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായി കാണുന്നത് എൻ്റെ ദൈവസന്നിധിയിൽ ദൈവത്തെ തുള്ളിച്ചാടി ആരാധിക്കുന്നതാണ്. ആ ദൈവത്തെ ആരാധിക്കുന്ന കാല് അവൻ തകർക്കാൻ നോക്കി. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ശബ്ദം ഏറ്റവും അധികം ശക്തിയോടെ പുറത്തു വരുന്നത് എവിടെ നിന്നാണ്? അത് നമ്മുടെ വയറിനകത്തുനിന്നാണ്. ആ വയറിനകത്ത് അവൻ കത്തിവെപ്പിച്ചു. അവൻ പറഞ്ഞു, നിന്റെ കാല് കൊണ്ട് ഞാൻ എന്ത് ചെയ്യിപ്പിക്കില്ല, നിന്നെ ഇനി ഞാൻ എന്ത് ചെയ്യില്ല, ചലിപ്പിക്കില്ല. നിന്നിൽ നിന്ന് ശബ്ദം പുറത്തു വരുവാൻ ഞാൻ നിന്നെ അനുവദിക്കുകയില്ല. എവിടെയൊക്കെ തൊടാമോ അവിടെയൊക്കെ തൊട്ടു. ശബ്ദം പുറത്തു വരുന്ന ലങ്സിൽ അവൻ കൈവച്ചു. ഹൃദയത്തെ തൊടാൻ നോക്കി, വയറിനകത്ത് അവൻ കൈവെക്കാൻ നോക്കി. പക്ഷേ ദൈവം അത് സമ്മതിച്ചില്ല. അത് വിടുതലാക്കി മാറ്റി, അത്ഭുതമാക്കി മാറ്റി. ദുഷ്ടപിശാചേ, സഭ നിന്നെ വെല്ലുവിളിക്കുന്നു, സഭ നിന്നെ വെല്ലുവിളിക്കുന്നു. നിനക്ക് തൊടാൻ പറ്റില്ല. ഒരു ലോഡ്സനെ നീ തകർക്കാൻ നോക്കിയാൽ ലക്ഷക്കണക്കിന് ലോഡ്സന്മാരെ ഇന്ത്യക്കകത്ത് എഴുന്നേൽപ്പിക്കുവാൻ, കൊച്ചിക്കകത്ത് എഴുന്നേൽപ്പിക്കുവാൻ മതിയായവനാണ് എന്റെ ദൈവം. ഓ ഈ പകലിൽ ജയത്തോടെ വിളിച്ചു പറയുന്നു, സർവശക്തനായ ദൈവം അത് മരിച്ച ദൈവമല്ല, ജീവനുള്ളവനാണ്, ജീവിക്കുന്ന ദൈവമാണ്. യഹോവ നിനക്ക് തുണ, കർത്താവ് നിനക്ക് തുണ, യേശു നിന്റെ കൂടെയുണ്ട്. ആത്മശക്തി നമ്മുടെ മേലുണ്ട്, ആത്മശക്തി നമ്മുടെ മേലുണ്ട്. ഈ പകലിൽ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ അക്കരങ്ങളൊന്ന് ഉയർത്താമോ? അക്കരങ്ങളൊന്ന് ഉയർത്താമോ? നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്, സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ പകലിൽ അത്ഭുതകരമായ വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നു. ഓ റബ ശംധാരിയ ഹൽകം ദേരിയ ദേരിബിനി. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗത്താൽ ഭാരപ്പെടുന്ന നിന്റെ മക്കളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സഭ ഒരുമിച്ച് അതിന്റെ മേൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. വിടുതൽ സംഭവിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഈ പകൽ അത്ഭുതത്തിന്റെ പകലാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ എല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ച കർത്താവിൻ്റെ അഭിഷേകത്തിനോടുള്ള നന്ദിയെ, സഭയുടെ നന്ദിയെ, സഭയോടുള്ള നന്ദിയെ എല്ലാം അറിയിക്കുകയാണ്. ഇനിയും പ്രാർത്ഥനയിൽ ഓർക്കുക, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടിയേ തീരും. ആമേൻ. ഇനിയും കർത്താവ് കരുതി വെച്ചത് പൂർണ്ണതയോടെ ചെയ്തെടുക്കുവാൻ ഞങ്ങളെ കുടുംബമായി കർത്താവ് ഉപയോഗിക്കേണ്ടതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്.